കേരളത്തെ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് ഉയർത്തിയ അക്ഷയ പ്രോജക്റ്റിന് 22 വയസ്സ് തികയുന്നു. സംരംഭകരുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അക്ഷയ ദിനം ആഘോഷിച്ചു. ചേർത്തലയിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അക്ഷയ പ്രോജക്റ്റിൻ്റെ 22ാം വാർഷികത്തിൻ്റെ ഭാഗമായി അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ നാടെങ്ങും അക്ഷയ ദിനം ആഘോഷിച്ചു. ചേർത്തലയിൽ ദേവീക്ഷേത്രത്തിന് വടക്കുവശത്തെ അക്ഷയ കേന്ദ്രത്തിലായിരുന്നു ദിനാഘോഷം ഒരുക്കിയത്. ചേർത്തല എം.എൽ.എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി പ്രസാദും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും അക്ഷയ സംരംഭക റോഷ്നി മേനോനും ചേർന്ന് നിലവിളക്ക് തെളിച്ച് കേക്ക് മുറിച്ച സന്തോഷം പങ്കുവച്ചു. കേരളത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ട് ഇന്നേക്ക് 22 വർഷം പൂർത്തിയാവുകയാണ്. 2002 നവംബർ മാസം 18-ാം തീയതി അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങുമ്പോൾ ഇത്രമേൽ ജനതയ്ക്ക് സഹായകമാവും എന്ന് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ന് ഏതാണ്ട് 2500-ലധികം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനതയ്ക്ക് ആശ്വാസമാകുന്ന സഹായകമാവുന്ന ഒരു സേവന കേന്ദ്രമായി അക്ഷയ കേന്ദ്രം മാറിയിട്ടുണ്ട്. സേവനത്തിൻ്റെ ഒരു പുത്തൻ രീതിയാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്, ഒരു മലയാളിക്ക് വിശ്വാസപൂർവ്വം തൻ്റെ സേവന കാര്യങ്ങൾക്കായിട്ട് തനിക്ക് സേവനം ലഭ്യമാക്കുന്നതിനായി സമീപിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തമായ ഒരു കേന്ദ്രമായി അക്ഷയ കേന്ദ്രങ്ങൾ മാറി. അക്ഷയ കേന്ദ്രങ്ങൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ 2500-ലധികം കേന്ദ്രങ്ങളായി ഈ കേരളത്തിൽ വ്യാപിച്ചു കിടക്കുമ്പോൾ നീണ്ട 22 വർഷക്കാലം കൊണ്ട് അനേക കോടി മനുഷ്യരുടെ വിശ്വാസത ആർജിച്ച ഒരു പ്രമുഖമായ സ്ഥാപനമായി മാറി എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. ഒരുപാട് പേരുടെ അധ്വാനമാണ്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഇതിൻ്റെ എല്ലാം പിന്നണിയിൽ ഉള്ളത്. അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അവരുടെ ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സാധാരണ മനുഷ്യർക്ക് സമീപിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന തരത്തിൽ ഈ അക്ഷയ കേന്ദ്രങ്ങളെ മാറ്റിത്തീർത്തത് ഈ 2600ഓളം വരുന്ന അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 10,000-കണക്കിന് വരുന്ന ജനങ്ങളാണ്, 10,000-കണക്കിന് വരുന്ന മനുഷ്യരാണ് എന്നുള്ളതാണ്. മുനിസിപ്പൽ കൗൺസിലർമാരായ എ അജി, അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ, ബി ഫൈസൽ, മുനിസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ സുജിത്, CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജ്യോതിമോൾ, അക്ഷയ ബ്ലോക്ക് കോർഡിനേറ്റർ പ്രിയാമോൾ, സംരംഭകരുടെ സംഘടനയായ ഫേസ് ഭാരവാഹികളായ PG രാധാകൃഷ്ണൻ, ബിന്ദു, സജീവ്, മറ്റ് അക്ഷയ സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു.